ഈ ഇന്നത്തെ ഒരു വാർത്താ യോഗത്തില് നമ്മുടെ LDFന്റെ സംസ്ഥാന പ്രസിഡന്റ് MV ഗോവിന്ദൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇവര് തോറ്റത് ശരിക്കും ഇവര് തോറ്റത് അറിഞ്ഞിട്ട് പോലും ഇല്ല. അതാണ് ശരിക്കുള്ള സത്യാവസ്ഥ. അപ്പോ ഈ തോറ്റത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. കൂടുതലും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങളായിരുന്നു കൊടുത്തത്. നമ്മൾ ആ സന്ദേശം എന്ന് പറയുന്ന സിനിമയിലേതുപോലെ തന്നെ കൂടുതൽ ജനങ്ങൾക്ക് വാഗ്ദാനങ്ങള്, അതേപോലെ തന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു കാര്യം കൂടി അതിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവര് തോൽക്കാതിരിക്കുക എന്നാണ്. അപ്പോ ഇവർക്ക് എന്താ പറയാ, അപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടു വാർത്തകളില് CPMന്റെ പ്രവർത്തകർ വന്നിട്ട് തോറ്റതിന്റെ ഒരു വൈരാഗ്യം തീർക്കുക എന്നും കൂടി പറയാം. അത് തോറ്റു കഴിഞ്ഞാല് പിന്നെ ഇങ്ങനെയാണ് എന്നാണ് അതിന്റെ ഒരു വശം. അപ്പൊ ഇവര് ജയിച്ചാ എന്തായിരിക്കും? എന്താ പറയാ, അഴിഞ്ഞാടുന്ന ഒരു സ്വഭാവം, ആക്രമിച്ച്, അങ്ങനെയാണോ ജനങ്ങള് ഈ പാർട്ടിയെ കണ്ടിട്ടുള്ളത്? അല്ലെങ്കിൽ പാർട്ടിയാലുള്ള വിശ്വാസം അങ്ങനെയാണോ? അല്ല. അപ്പോ ഇതിലൊക്കെ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട്. അതായത് ഈ ഇത്രയും UDFന് ജയം വരണം എന്നുണ്ടെങ്കിൽ ആ LDFന്റെ പ്രവർത്തകര്, അണികൾ തന്നെയാണ് ഇത്രയും വോട്ടുകൾ UDFന് കൊടുത്തിട്ടുള്ളത്. അതെന്താ വെച്ച് കഴിഞ്ഞാല് അവർക്ക് തന്നെ ഭയങ്കര പ്രയാസകരമായിട്ടുള്ള ജീവിതമാണ് ഈ അണികള്, LDFന്റെ അണികള് ജീവിക്കണത്. അപ്പോ ഈ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും, അപ്പൊ ഇവര് ജീവിച്ചതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ വല്ലാത്തൊരു അനുഭൂതിയിലൂടെയോ. കാരണം സർക്കാർ എന്ത് ചെയ്തോ അതിനെ ന്യായീകരിച്ച് ഇവർക്ക് 9 വർഷത്തോളം ശരിക്കും ഉറക്കമില്ലാണ്ടായിരുന്നു. ഉറക്കം ഇല്ല, സമാധാനം ഇല്ല, ബന്ധങ്ങളും ഇല്ല. കാരണം ഏതൊരാളും ഇപ്പൊ ആദ്യം നമുക്ക് ഉദാഹരണത്തിന്റെ കാര്യത്തിലേക്ക് പോകാതിരിക്കാൻ നല്ലത്. കാരണം ഒരു 100 തക്കാളി ഉണ്ടെങ്കിൽ ആ 100 തക്കാളിയില് ഒരു 10 തക്കാളി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചീഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള തക്കാളിക്കും കൂടി ദോഷം തന്നെയല്ലേ? അപ്പൊ അത് ഇവര് ശരിക്കും വൈകിപ്പോയി ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ജനങ്ങൾ എന്ത് ചെയ്തു, UDFന് പരമാവധി അതില് അവര് അങ്ങോട്ട് ചെയ്തു. അത് നല്ലൊരു തീരുമാനം തന്നെയാണ് കേരളത്തിന്റെ ജനത ഏറ്റെടുത്തത്. ഇനിയും പുതിയ തലമുറയാണ് ഇനി വരുന്നത്. അപ്പോ അവർക്കിപ്പോ നമ്മളെ കാര്യങ്ങളോ, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പണ്ട് ചെയ്ത കാര്യങ്ങളോ, അല്ല കോൺഗ്രസ് പണ്ട് ചെയ്ത ഉപകാരങ്ങളോ, അല്ല BJPക്കാര് നമ്മുടെ പണ്ട് ചെയ്ത ഒരുപാട് ദ്രോഹങ്ങളും നല്ല വശങ്ങളും, അല്ലെങ്കിൽ നമുക്ക് കാണാനും കേൾക്കാനും കഴിയാത്ത രീതിയിലൊക്കെ നമ്മള് BJPക്കാരെ കുറിച്ചിട്ട് അറിയണ്ടായി. അതൊന്നും ഇപ്പോ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ, ഇന്റർനെറ്റിൽ കിട്ടില്ല. കാരണം അതൊക്കെ കേന്ദ്രത്തിൽ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിട്ട് അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ഡാറ്റകളെല്ലാം. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അത് കിട്ടാനും വലിയ പ്രയാസം തന്നെയാണ്. കാരണം ബാബരി മസ്ജിദ് എന്ന് പറഞ്ഞ പുരാതനമായ ക്ഷേത്രം പൊളിച്ചിട്ട് അവിടെ പല രീതിയിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശരിക്കും ഉണ്ടോ, നമ്മള് സൈഡിലേക്ക് തിരിയാൻ നിൽക്കുകയാണെങ്കിൽ ഇവരൊക്കെ എന്ത് ഡ്രൈവിംഗ് ആണെന്ന് അറിയാത്തത്. ഒരാള് ഒരു കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളാണ്, അതിനും കൂടി എന്താലേ നമ്മുടെ ഈ ലോകം ഇങ്ങനെ ആയി പോയത്. അല്ല, ഞാനിപ്പോൾ റോഡിൽ ക്ഷമിച്ചിട്ട് എന്താ കാര്യം? ഞാൻ മറ്റുള്ളവരത്തും കൂടി ക്ഷമിക്കാൻ പഠിക്കണ്ടേ? അപ്പോഴല്ലേ നമുക്ക് ശരിക്കും ക്ഷമയുടെ നെല്ലിപ്പലക നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നഗരത്തിൽ നല്ല തിരക്കായിരുന്നു. ആ തിരക്കൊക്കെ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ നോക്കി കണ്ടു. പക്ഷേ ആളുകൾ ചെറുതായിട്ടൊക്കെ ഒരു മാറ്റം വരാൻ തുടങ്ങിയിട്ടുണ്ടോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള ആ ഒരു ആ മുഖമല്ല ഇപ്പോൾ ഓരോ
ഓരോ മലയാളിയുടെ മനസ്സിലും അവർക്ക് മറ്റുള്ളവരുമായിട്ടൊന്ന് ചിരിക്കണമെന്നും അല്ലെങ്കിൽ എന്താ പറയുക ഒന്ന് നമ്മുടെ അവസ്ഥകളൊക്കെ ഒന്ന് പറയണമെന്നൊക്കെ ഒരാഗ്രഹം തുടങ്ങിയിട്ടുണ്ട്. മറ്റത് അങ്ങനെയല്ല. നമ്മൾ എന്താ പറയുക കാട്ടുപന്നിയുടെ മുന്നിൽ പെട്ട എന്തായിരിക്കും സ്ഥിതി, അതേപോലെയൊന്നും ചോദ്യം പറിച്ചിലൊന്നുമില്ല. ഒന്നിൽ കുത്തും അല്ലെങ്കിൽ വെട്ടും. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. അപ്പം നമ്മളൊക്കെ ഈ സീബ്ര ലൈനിൽ പിന്നെ ക്രോസ് ചെയ്യാൻ ആൾക്കാർക്ക് വഴി കൊടുക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് ഈ രാത്രി ഭയങ്കര ലൈറ്റാണ്. അത് പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ രാത്രിയിലൊക്കെ ഭയങ്കര എന്താ പറയുക റോഡിലൂടെ പോകുമ്പോഴേ ഭയങ്കര ലൈറ്റിങ്ങിൻ്റെ ഭയങ്കര പരിപാടിയാണ്. കാരണം ഇത് ഹൈ ബീം ഇട്ടിട്ടാണ് ഈ സിറ്റിക്കടെ അടക്കം വണ്ടി ഓടിക്കുന്നത്. അത് പിന്നെ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന രീതിയിൽ നമ്മൾ റോഡിൽ ഡ്രൈവ് ചെയ്യരുത് എന്നുള്ളത് അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ നിയമം തന്നെയാണത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ചെയ്യില്ല, എന്നാൽ ചെയ്യാത്തത് നമ്മൾ ചെയ്യും. വല്ലാത്തൊരു നിയമം തന്നെയാണത്.